എങ്ങനെയുണ്ട്? മാറിയെടുക്കാൻ ഡ്രസ്സില്ലെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതൊക്കെ എന്തായാലും തനിക്ക് വേണ്ടതല്ലേ. കണ്ണി കണ്ടതൊക്കെ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുത്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. സെലക്ഷൻ ഉഗ്രനായിട്ടുണ്ട്. റിയലി? സത്യം, ഞാൻ പോയി എടുത്തിരുന്നെങ്കിൽ പോലും ഇത്ര നല്ല സെലക്ഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. അക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഋഷി ഓക്കെയാ. You are looking absolutely gorgeous, my wife. നല്ല സുന്ദരിയായിട്ടുണ്ട് എൻ്റെ പെണ്ണ്. ഞാൻ പോയി നോക്കാം. നിന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വന്നിട്ടുണ്ടെന്നോ? ഋഷി, ചേച്ചി വന്നിട്ടുണ്ട്. ആ, നീ ചെല്ല്, ഞാൻ ദേ വരുന്നു. ചേച്ചി, ചേച്ചി, മോളെ, ചേച്ചി, ഞാനിത് തരാനാ വന്നേ. ഇതിനകത്ത് നിന്റെ ഡ്രസ്സ്. ഇതൊന്നും എടുക്കാനുള്ള സമയം നിനക്ക് കിട്ടിയില്ലല്ലോ. ഇത് കൊണ്ടുതരുന്നത് പ്രത്യേകിച്ച് വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ വിളിക്കാൻ നിൽക്കാതെ ഇങ്ങി പോകുന്നത്. ഋഷി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. എങ്കിലും ചേച്ചി ഇത് കൊണ്ടുവന്നത് എനിക്ക് വളരെ ഉപകാരമായി. ഇവിടെ ആളെനൊക്കെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല ഇവിടെ. മനസ്സിലായി. എന്നാലും സത്യങ്ങളിപ്പോൾ ഇവിടെ ആരോടും തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹിച്ചേ മതിയാവും. എന്നാൽ ശരി, ഞാനിനി അധികം നിൽക്കുന്നില്ല. ഇനി എന്നെ കണ്ടിട്ട് ഇവിടെ ഒരു സംസാരം വേണ്ട.
ഞാൻ ഇറങ്ങാം. ചേച്ചി ചേച്ചി പോവല്ലേ. ഇതൊരു വല്ലാത്ത വിധിയായി പോയില്ല ചേച്ചി. നിന്റെ ഈ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ കുട്ടി. സങ്കടപ്പെടണ്ട, ഞാൻ ഇപ്പൊ തന്നെ മാഡത്തിനോടെല്ലാം തുറന്നു പറയാം. മാഡത്തോട് ഒന്നും പറയാൻ നിൽക്കണ്ട. എന്ന് പറഞ്ഞാല് അഞ്ജിതയുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്കെല്ലാം തുറന്നു പറയാം. ഇതെല്ലാം അവളും ആന്റിയും കൂടി വരുത്തി വെച്ചതല്ലേ? അവള് ചെയ്തതിന്റെ ശിക്ഷ ഇന്നലെ മണ്ഡപത്തിൽ വെച്ച് കിട്ടിയില്ലേ? എല്ലാവരുടെയും മുന്നിൽ അവൾ അപമാനിതയായില്ലേ? ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് അഞ്ജിത സ്വയം തിരുത്തുമായിരിക്കും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാനായിട്ടൊന്നിനെ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങുക. ആ ചേച്ചി, ചേച്ചി ഇറങ്ങുവാണോ? ഞാൻ പോവാ. അല്ല, ഇതെന്താ പെട്ടെന്ന്? തൽക്കാലം അതാ നല്ലത്. എന്നാലും വേണ്ട ഋഷി, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനിവളെ ഋഷി ഏൽപ്പിച്ചിട്ട് പോവാ. നോക്കിക്കോണം. ഞാനുണ്ടാവും ഇവൾക്കൊപ്പം എന്നും എപ്പോഴും. പോട്ടെ ഗോപു. പോട്ടെ. മുത്തശ്ശിക്ക് ചപ്പാത്തി തരട്ടെ? എനിക്ക് വേണ്ട മോളെ. എന്തായാലും ഒരു ചപ്പാത്തി അങ്ങോട്ട് കഴിക്കും മുത്തശ്ശി. മതി. എന്താ ജാനകി, എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഗോപിക എന്താ അന്യാണോ? നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്ത ആളാണോ? ഗോപിക ഈ വീട്ടിലെ മരുമകള്. ആ സ്ഥാനവും മര്യാദയും ആദരവും നമ്മളവൾക്ക് കൊടുത്തേ തീരൂ. നീ കഴിക്കാൻ നോക്ക്. നിനക്ക് എന്തെങ്കിലും പ്രതിഷേധം കാണിക്കണമെങ്കിൽ അത് കാണിക്കേണ്ടത് ഋഷിയോടാ. അവനല്ലേ ഗോപിയെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അല്ലാതെ ഗോപിക തന്നെ ഇഷ്ടപ്രകാരം ഇവിടെ വന്ന് കയറിയതൊന്നും അല്ലല്ലോ.
നീ വാ. ഇരിക്കവിടെ. നിങ്ങൾ ഇരിക്കുക. വാ ഇരിക്കും. സ്മൃതി, മോളെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. ആ ശരി അച്ഛാ. മായേ, അഭിഷേകം എന്താ ഇതുവരെ വരാത്തെ? കല്യാണത്തിന് എത്തുമെന്നല്ലേ പറഞ്ഞത്? അവരുടെ ഫ്ലൈറ്റ് മിസ്സായമ്മേ. അവരെത്താൻ വൈകും. ഒരു തരത്തിലാവും വരാത്തത് നന്നായി. ഇവിടെ നടന്നത് കല്യാണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജാനകി, നീ ഇരുന്ന് ആഹാരം കഴിക്കേ. സിദ്ധു, സിദ്ധു പറഞ്ഞു കേക്ക്. അച്ഛാ, എനിക്ക് ഫുഡ് വേണ്ട അച്ഛാ. എന്താടാ, എന്താ ബഹളം? സിദ്ധു ആഹാരം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല സാർ. ആഹാരം കഴിച്ചാലല്ലേ എനിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റൂ. സിദ്ധു, ബഹളം കൂട്ടാതെ ആഹാരം കഴിക്കേ. എനിക്ക് വേണ്ട അച്ഛാ. എടാ, നിന്നോട് ആഹാരം കഴിക്കാനല്ലേ പറഞ്ഞേ? എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞമ്മേ. മോനെ സേതു, നീ ആഹാരം കഴിക്ക. ആഹാരം കഴിച്ചാലല്ലേ മരുന്ന് കഴിക്കാൻ പറ്റൂ. എനിക്ക് ആഹാരം വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. സിദ്ധു, ആഹാരം കഴിക്കാനാണ് എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ നീ എന്റെ സ്വഭാവം അറിയും. സിദ്ധു ഏട്ടാ. ചേട്ടാ, ചേട്ടന് ഞാൻ ഫുഡ് വാരി തരാം. നീ പോടി. സിദ്ധു, ഇനി ഞാൻ പറയില്ല. സിദ്ധു എനിക്ക് കഴിക്കടാ. വേണ്ട 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 വേണ്ട. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടന് മാലാഖയെ കണ്ടുപിടിച്ച് തരാന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. മാലാഖയെ കാണണ്ടേ സിദ്ധുവേട്ടന്? വേണം. മാലാഖയെ ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ? വേണം. ഞാൻ സിദ്ധുവേട്ടന് മാലാഖയെ കണ്ടുപിടിച്ച് തരണമെങ്കിൽ സിദ്ധുവേട്ടൻ ദേ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം. എങ്കിലേ ഞാൻ മാലാഖയെ കണ്ടുപിടിച്ചു തരൂ. ആഹാരം കഴിച്ചാ മലയെ കണ്ടുപിടിച്ച് തരുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു തരും. ഇന്നേ കഴിക്കാം. മാറ്. സിദ്ധുവേട്ടാ, താ, താ, താ. കറി എവിടെയാ? ഇവളാള് മിടുക്കിയാണല്ലോ. മഹാദേവൻ പറഞ്ഞതുപോലെ ഇവളോട് വെറുപ്പ് കാണിച്ചിട്ട് എന്താ കാര്യം? പാവം കുട്ടി.
ജാനകി, നമ്മുടെ കുട്ടന്റെ അടുത്ത് ഗോപിക പെരുമാറുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ? അവനെ മരുന്ന് കഴിപ്പിക്കാൻ നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഭക്ഷണം കഴിപ്പിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ആഹാരം കഴിക്കാൻ അവനോട് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് അവൻ അനുസരിച്ചില്ല. പക്ഷെ ഗോപിക പറഞ്ഞപ്പോ അവനൊന്നും മിണ്ടാതെ അനുസരിച്ചു. എന്നിട്ട് നിനക്കെന്താ തോന്നി? എന്തു തോന്നാൻ? ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അവളുടെ അടവായിരിക്കും. ഇതൊന്നും കണ്ട് അമ്മയുടെ മനസ്സ് മാറരുത്. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മയ്ക്ക് അവളോട് ഇത്തിരി മനസ്സലി ഉണ്ടായെന്ന് തോന്നുന്നു. അമ്മേ, നമുക്ക് പ്രധാന ഋഷിയുടെ ജീവനല്ലേ? അല്ലമായെ, അതിനവള്... അമ്മ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അഥവാ അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് ഇരിക്കട്ടെ, എങ്കിലും അവളും ഋഷിയും ഒരുമിച്ച അതോടെ എന്താ സംഭവിക്കുന്നതെന്ന് അവളുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അവളോട് കൂടുതൽ സ്നേഹവും അനുതാപവും കാണിക്കാതിരിക്കുന്നതാ നല്ലത്. ഋഷി അവൻ ഇഷ്ടപ്രകാരം അവളെ വിവാഹം കഴിച്ചെന്ന് കരുതി നമ്മൾ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയാ നഷ്ടപ്പെടുന്നത് നമുക്ക് ഋഷിയായിരിക്കും. അത് മറക്കരുത്. ഋഷിയുടെ വീട്ടിൽ പോയിട്ട് എന്തായി മോളെ? ഗോപിയും ഋഷിയും കണ്ടു. കൊണ്ടുപോയ ഡ്രസ്സ് അവൾക്ക് കൊടുത്തു. ഗോപിക്ക് അവിടെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ അവൾ അവിടെ? ആ, അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ല. ജാനകി മഹാദേവനെ കണ്ടോ? ഞാൻ അവരൊന്നും കാണാൻ നിന്നില്ല. അല്ല, അവരാരും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അവരെ കാണാതെ പോകുന്നു മോശമില്ല. അവരെ കണ്ടാൽ പിന്നെ അതൊരു സംസാരത്തിന് വഴിവെക്കും. തൽക്കാലം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാന്ന് കരുതി. ഒരു കണക്കിന് അത് നന്നായി. ജാതകദോഷത്തിന്റെ പേരില് അവര് പിന്നീട് ഗോപികയുടെ വഴക്കുണ്ടാക്കുക മറ്റു ചെയ്തോ? അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഗോപിക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അഥവാ പ്രശ്നം ഉണ്ടായാലും ഋഷി അവൾക്ക് പിൻബലമായിട്ട് നിന്നോളൂ. വലിയൊരു തണല അവൻ അവൾക്ക് കൊടുക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഗോപികയെ പ്രൊട്ടക്ട് ചെയ്തോളാന്നും ഋഷി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് അവൻ പാലിക്കും. ജീവിതകാലം മുഴുവൻ ഋഷി അവളെ പൊന്നുപോലെ നോക്കും, ജീവനെ പോലെ സ്നേഹിക്കും. ഗോപികേ,
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ പറഞ്ഞോ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഋഷി നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ആ റിയാലിറ്റിയോട് പൊരുത്തപ്പെടുക. നീ ഇപ്പൊ ഋഷിയുടെ ഭാര്യ. ഞാനത് അംഗീകരിക്കുന്നു.